ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ആ ഒരു പേര് നമ്മൾ അധികം പരിചയപ്പെട്ടിട്ടില്ല. ട്രാൻസ്പേഴ്സണൽ എബിലിറ്റീസ്, ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പല പേരുകളിൽ അറിയപ്പെടുന്ന ട്രാൻസ്പേഴ്സണൽ എലമെന്റ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാനും ആ സബ്ജക്റ്റിലേക്ക് അധികം പ്രവേശിച്ചിട്ടില്ല. നമഃ ശിവായ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഈ ഒരു മേഖലയിൽ വളരെയേറെ പ്രാഗൽഭ്യം തെളിയിച്ച ശ്രീ രാജേഷ് നവനീതം ആണ്. അപ്പോൾ അദ്ദേഹം ഒരു PhD ഹോൾഡറാണ്. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്പേഴ്സണൽ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചോദിച്ചറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, മെയിൻലി രണ്ട് തരത്തിലുള്ള ജീവിതമാണ് നമുക്കുള്ളത്. ഒന്ന് ഭൗതികമായിട്ടുള്ള ജീവിതം, പിന്നെ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ അതിനെ സ്പിരിച്വൽ എന്നൊക്കെ നമ്മൾ വിളിക്കും, ആത്മീയം എന്നൊക്കെ നമ്മൾ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു ലോകം നമുക്ക് വിസിബിൾ ആണ്, നമ്മളിവിടെ കാണുന്നു, നമ്മുടെ പെരുമാറുന്നു, ജീവിക്കുന്നു. പക്ഷെ ഇതിൻ്റെ അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒരു അൺറിയൽ ആയിട്ടുള്ള ലോകമാണ് ഇത് എന്ന് നമുക്ക് തോന്നുമ്പോഴും റിയൽ ആയ മറ്റു വേൾഡ് ഉണ്ടോ? ഇതിനെ നമ്മൾ കാണുമ്പോൾ അൺസീനായ മറ്റു വേൾഡ് ഉണ്ടോ? തുടങ്ങിയതെല്ലാം നമുക്ക് കൗതുകം നിറയ്ക്കുന്ന ഒരുപാട് വസ്തുതകളാണ്. ആ മേഖലകളിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഇതുപോലുള്ള പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ അത്രയേറെ പരിചയമല്ലാത്തൊരു പദമാണ് ഇത് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, നമസ്തേ. അപ്പോൾ എന്താണ് പിന്നെ ഈ ട്രാൻസ്പേഴ്സണൽ? ട്രാൻസ്പേഴ്സണൽ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിയോണ്ട് പേഴ്സണൽ എന്നാണ്. അതായത് പേഴ്സണൽ എന്നൊരു വാക്കിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. പൊതുവെ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് പേഴ്സണൽ എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഫിസിക്കൽ എന്നൊരു വാക്കിനോട് ചേർന്നതാണ്. നമുക്ക് എന്തും തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ട് തിരിച്ചറിയണം. നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. അത് മാത്രമാണ് സത്യം എന്ന് ധരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ, നമ്മൾ യുക്തിപരമായി ചിന്തിച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ രഹസ്യങ്ങളും, എല്ലാ നിഗൂഢതകളും, എല്ലാ അറിവുകളും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് കടന്നു വരുമോ എന്നൊരു ചോദ്യമാണ് നമ്മൾ പൊതുവെ യുക്തി മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൽ നിൽക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്. കാരണം അതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത്. കാരണം 5 ഇന്ദ്രിയങ്ങളെ വെച്ച് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അപ്പൊ അതില് 2 ഘട്ടങ്ങളായിട്ട് നമ്മൾ ചോദ്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരാറുണ്ട്. ഒന്ന്, നിങ്ങൾ ഫിസിക്കലായിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഒരു പക്ഷെ നമുക്ക് പറയാം ആത്മീയമായിട്ടുള്ള ചില സൂചനകൾ, ചിലപ്പോൾ ആത്മീയമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് പറയും. പക്ഷെ ഈ ആത്മീയമായ അനുഭവങ്ങളിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ആത്മീയ അനുഭവങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കാം. അതിന് കൃത്യമായിട്ടൊരു, നമ്മൾ നേരത്തെ പറഞ്ഞവരെ കൃത്യമായിട്ടൊരു സയൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അവിടെയാണ് ഈ ആത്മീയവാദികളും ഇതുപോലെ ശാസ്ത്രവാദികളും നമ്മൾ അന്തരം നിൽക്കുന്നത്. ട്രാൻസ്പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഈ ആത്മീയവാദികളിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കാം എന്നതാണ് ട്രാൻസ്പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പൊതുവെ നമ്മൾ പറയുന്ന മതഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ പറയുന്ന കാര്യം, ഇപ്പൊ ESP എന്ന് പറയുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പറയുന്ന പോലെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇത്തരം കാര്യങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിനെ ശാസ്ത്രീയതയിലേക്ക് കൊണ്ടുവരിക, റിയൽ വേൾഡിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുക. ഇതാണ് ട്രാൻസ്പേഴ്സണൽ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോ 5 ഇന്ദ്രിയങ്ങളെ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ നമുക്ക് കാണുന്ന കഴിവുകളെ വെച്ചുള്ള ഒരു ഉയർച്ച നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മനുഷ്യന് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനപ്പുറത്ത് നമുക്ക് ഇത്തരം സങ്കേതങ്ങൾ കൂടി ഉപയോഗിച്ചാൽ മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് ശാസ്ത്രീയമായാലും ആത്മീയമായാലും പുരോഗതി
വളരെ അത്യുച്ചത്തിലാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിന്റെ കണ്ടന്റാണ് ശരിക്കും ട്രാൻസ്പേഴ്സൺ എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതിൽ തന്നെ പല കണ്ടന്റ്സ് ഉണ്ട്. ആ കണ്ടന്റ്സിൽ ഒന്ന് ട്രാൻസ്പേഴ്സൺ ഫോഴ്സസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. രണ്ടാമത് നമ്മൾ പറയുന്നത് ട്രാൻസ്പേഴ്സൺ എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മളുടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ട്രാൻസ്പേഴ്സണൽ ഫീൽഡിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്പേഴ്സണൽ. അതിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുക പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഭാഗം ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയാണ്. സൈക്കോളജി വിങ് പൊതുവെ നമുക്ക് പരിചിതമായതുകൊണ്ട് നമുക്ക് അത്തരം വിഷയങ്ങളെ കിട്ടും. പക്ഷെ ട്രാൻസ്പേഴ്സണൽ ആസ്പെക്ട്സ് എന്നുള്ളത് കുറച്ച് ക്ലാസിഫൈഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഒരു ട്രാൻസ്പേഴ്സണൽ എബിലിറ്റി അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഒരു ട്രാൻസ്പേഴ്സണൽ എബിലിറ്റി അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സഹായിക്കുന്നതാണെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു രാജ്യത്ത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും താങ്കൾക്ക് അറിയാം. കാരണം അവിടെയുള്ള സ്റ്റുഡൻസ് മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും കൂടുതൽ വളരെ വലിയ ഉയരത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് സ്വത്തായി മാറുന്ന ഒരു കാര്യം വരുമ്പോൾ അത് ക്ലാസിഫൈഡ് ആണ്. കാരണം നമ്മൾ മിലിറ്ററി രഹസ്യങ്ങൾ പോലെ ക്ലാസിഫൈഡ് ആണ്. അപ്പൊ ട്രാൻസ്പേഴ്സണൽ ആസ്പെക്ട്സ് കൃത്യമായിട്ട് ക്ലാസിഫൈഡ് വിഭാഗത്തിൽ നിൽക്കുന്നതാണ്. വളരെ ഗൗരവപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഇതിൽ വളരെ പുറകിലാണ്. ആ ഒരു കാര്യത്തിനോട് ചെറിയൊരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. മറ്റൊന്നുമല്ല, ഇന്ത്യ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഇന്ത്യയിൽ ഇത് കുറവായിരിക്കും. പക്ഷെ നമ്മുടെ പഴയ ഒരു സംസ്കാരം, അതായത് ഭാരതീയ സംസ്കാരത്തിൽ തീർച്ചയായിട്ടും ഇതില്ലായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് പേരുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം ഭാരതീയ ആത്മീയത എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വന്തം ശരീരത്തെ പോലും അവർ തൃണവൽക്കരിച്ചുകൊണ്ട് അതിന്റെ മുകളിലുള്ള എപ്പോഴും അതിലേക്കുള്ള ഒരു സഞ്ചാരമായിരുന്നു നടത്തിയിരുന്നത്. അതുപോലെ നമ്മുടെ ഭാരതത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും ശ്രേഷ്ഠരായ വിദ്യാർത്ഥികളായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ പല സമയങ്ങളിലായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളിലൂടെ വരികയും പഠിക്കുകയും ചെയ്തു. ഇപ്പോൾ അജന്ത, എല്ലോറ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള നിർമ്മിതികൾ ഒരിക്കലും മനുഷ്യ സാധ്യമല്ല. സാധാരണ ഒരു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇന്നിപ്പോൾ ഇത്രയും സയൻസും ടെക്നോളജിയും ഡെവലപ്പ് ചെയ്തെങ്കിലും ഇപ്പൊ നമുക്കൊരു പിരമിഡ് പോലുള്ള കൺസ്ട്രക്ഷൻ അതൊരു വെറിയൊരു സ്ട്രക്ചറായിട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന ആ ഒരു നിഗൂഢമായിട്ടുള്ളൊരു പവർ, പിരമിഡോളജി എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ട്, അതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് ഭൗതിക ജീവിതം. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക്, അതാണ് നമ്മുടെ ചാനലിന്റെ പേര്, അതാണ് ESP, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ്. അതീന്ദ്രിയമായ ജ്ഞാനം, അതീന്ദ്രിയമായ അറിവെന്നാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഇപ്പൊ ട്രാൻസ്പേഴ്സണലിനെ കുറിച്ച് അങ്ങയുടെ പിന്നെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, കാരണം വലിയ പിടിയില്ലാത്ത സബ്ജക്ട് ആയതുകൊണ്ട് അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. താങ്കൾ പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് ഞാൻ പറയാം. ഈ പഴയ കാലഘട്ടങ്ങളിൽ ധ്യാനം അതുപോലത്തുള്ള ഒരുപാട് മെത്തേഡ്സ് കണ്ടമാനം നമ്മൾ ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ് അവർക്ക് ട്രാൻസ്പേഴ്സണൽ വിഷയങ്ങളെ കുറിച്ച് അത്ര ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തും മറ്റുള്ള പുരാതന ഇന്ത്യയിലും കാര്യത്തിൽ പുരോഗതി വന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഇപ്പൊ നവയുഗം നോക്കുമ്പോൾ നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ യോഗ എന്നുള്ള ഒരു നമുക്കൊരു വൈറ്റൽ എനർജി പ്രാക്ടീസ്, അത് ഞങ്ങൾ വൈറ്റൽ എനർജി പ്രാക്ടീസ് എന്ന് പറയും. വെറും ഒരു ലഘുവായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല. പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ യോഗ ചെയ്യുന്നത് ആര്, ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ആര്, അല്ലെങ്കിൽ അത് കരിക്കുലത്തിൽ നിർബന്ധമായി ഏർപ്പെടുത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെ, ഇതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും വിദേശ യൂണിവേഴ്സിറ്റികളിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാൻ കഴിയും. കാരണം അവിടെ ഈ ട്രാൻസ്പേഴ്സണൽ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യോഗയിലുള്ള ഇത്തരം വൈറ്റൽ എനർജീസ് എങ്ങനെ സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സയന്റിഫിക് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഓൾറെഡി യോഗ ചെയ്യുമ്പോഴോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിനെ സയന്റിഫിക് ആയിട്ട് എങ്ങനെ അവതരിപ്പിക്കാം, എങ്ങനെ അതിന്റെ റിസൾട്ട് എടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ പൈതൃകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ ചില കാര്യങ്ങളുടെ ആഡ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പൊ നമ്മള് തിരുനാവായ നമ്മള് ബലിതർപ്പണത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം 2 മാസം മുന്നേ അവിടെ മാമാങ്കം നടന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിക്കാം, ട്രാൻസ്പേഴ്സണൽ വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, എത്ര പേർക്കാണ് അവിടെ ചെന്ന് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ബലിതർപ്പണം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന മാമാങ്കത്തിൽ ഏർപ്പെട്ട എത്ര പേർക്ക് കൃത്യമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിച്ചു, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ പൊതുവെ ജനങ്ങൾ എന്താണ് പറയുക? ഞങ്ങൾക്ക് അവിടെ പോയി ഞങ്ങൾക്ക് സുഖം കിട്ടി. കൂടുതൽ വന്നാൽ പറയും നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ഇത്തരം ഡിവിഷൻസിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്ത്യയിൽ ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ ഇതിനെ കൃത്യമായിട്ട് വിമർശിച്ച് മുന്നേറുന്നുണ്ട്. വിമർശനത്തിന് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമുക്ക് ഇതിലൊരു ശാസ്ത്രീയത വരുത്താതെ എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വേണ്ടി വരിക എന്ന് പറയുന്നത്. ഇപ്പൊ താങ്കളോട് ഞാൻ പറയാണ്,
ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പൊസിഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഫോഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഫോഴ്സുകൾ വരുന്നത്. ഒരു പക്ഷെ ചില ആളുകൾ പറയുന്നത് ഇവിടെ ഫോഴ്സ് ഉണ്ട്, നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, അത്ര മാത്രമാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടത്. ഞങ്ങൾ ട്രാൻസ്ഫേഴ്സ് വിഷയത്തിൽ അത് മാത്രമല്ല ചെയ്യുക, എവിടെ നിന്നാണ് ഇത് ഒറിജിൻ ചെയ്യുന്നത്, അതിന്റെ ഫ്രീക്വൻസി എന്താണ്, അതിന്റെ ഡെൻസിറ്റി എന്താണ്, ആ ഫ്രീക്വൻസി നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇത് കൃത്യമായിട്ട് നമുക്ക് റിയൽ വേൾഡിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ട്രാൻസ്പേഴ്സണൽ. വെറുതെ നമുക്കൊരു പറഞ്ഞ നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓറ സെൻസിങ് എന്ന് പറയുന്ന രീതിയിൽ മാത്രം നിർത്താതെ ഇതിന് കൃത്യമായിട്ടുള്ള വൈബ്രേഷൻസ്, അതുപോലെ ഇതിന്റെ ക്യാരക്ടർ, ഇതൊക്കെ നമുക്ക് റിയൽ വേൾഡിൽ വന്ന് കൃത്യമായിട്ട് അതിന് ആളുകളിലേക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു പഠനക്രമം തന്നെ ട്രാൻസ്പേഴ്സണലിലുണ്ട്. അവിടെയാണ് ഇത് മാറ്റം വരുന്നത്. അപ്പൊ റിയലിലേക്ക് കടക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഞാൻ ഒരു പദം കൂടി പറയുകയാണെങ്കിൽ, ഇപ്പൊ ക്ഷേത്രങ്ങളില് ഇപ്പൊ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തില് ശക്തി എങ്ങനെയാണ് നിൽക്കുന്നത്? അപ്പൊ ഞാൻ താങ്കളോട് ചോദിക്കണം, എവിടെയാണ് എങ്ങനെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് ഒന്ന് പറയാമോ? ക്ഷേത്രങ്ങളുടെ സങ്കല്പം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ശരിക്കും ആറ്റോമിക് റിയാക്ടറിന്റെ ഒരു പ്രവർത്തന ഫലം ആ ഒരു രീതിയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അതിനകത്ത് നമ്മൾ ഈ പ്രതിഷ്ഠ അതിന് പ്രത്യേകമായ രീതിയിലാണ് പ്രാണ പ്രതിഷ്ഠ കൊടുത്ത് അവിടെ വയ്ക്കുന്നു. അതിനുശേഷം അതിന്റെ പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജി അവിടെ സ്വീകരിക്കുന്നു. അതോടൊപ്പം നമ്മൾ അവിടെ കൊടുക്കുന്ന യന്ത്ര ഈ പൂജാതി ഇതിലൂടെ അതിന്റെ ഓറ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പൊ അത് തന്നെ തടയാനായിട്ട് പുറത്തോട്ട് അധികം പ്രസരിക്കാതിരിക്കാനായിട്ട് ബലിക്കല്ലുകൾ വെക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയാണ് വെക്കുന്നത്. മാത്രമല്ല ഇതിനകത്തുള്ള മന്ത്രങ്ങൾ, ഗർഭഗൃഹം എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ഒരു ഡോം സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ധാരാളമായിട്ടുള്ള എന്താ പറയുക ഈ വൈബ്രേഷൻസ് കൂടുതൽ അതിന്റെ കൊളിഷൻ പഠിക്കുകയും അതനുസരിച്ച് ഈ പറയുന്ന ശബ്ദ ഊർജ്ജം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് തരിക ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയൊരു ശാസ്ത്രീയമായിട്ടുള്ള. ഇതിനെ ഞാൻ വേറിട്ട രീതിയിൽ നമുക്ക് ട്രാൻസ്പേഴ്സണൽ വേൾഡിലേക്ക് വന്നിട്ടും ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയുടെ വിങ്ങിലേക്ക് വന്നിട്ടും അതായത് ട്രാൻസ്പേഴ്സണൽ എഫക്ട്സിന്റെ വിങ്ങിൽ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും. ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ പറയുന്ന നമ്മളുടെ ഈ മാനിഫെസ്റ്റേഷൻസും ബാക്കി കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. ശരിക്ക് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ ഊർജം എങ്ങോട്ടാണ് തിരിഞ്ഞു ഒഴുകുന്നത്? നമ്മൾ ഒരിക്കലും എപ്പോഴും ഊർജത്തിന്റെ രീതിയിൽ പൊതുവെ ആൾക്കാർ പറഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കംപ്രസറായിട്ട് നിൽക്കുന്ന ഒരു ഊർജ്ജ നില എന്നാണ് പറയുന്നത്. തീർച്ചയായും തെറ്റായ ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് ഇതിന് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ശരിക്കും ഗുരുവായൂരപ്പന്റെ ഫോഴ്സ് അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉണ്ട്, ഓഡിറ്റോറിയം കണ്ടിട്ടുണ്ട്, ആ ഭാഗത്തേക്കാണ് ഒഴുകി വരുന്നത്. അത് എവിടം വരെ ഒഴുകുന്നുണ്ട്? ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതായത് നമുക്ക് ഓരോ ഫോഴ്സും, അതായത് ഇപ്പൊ ഗുരുവായൂർ ഫോഴ്സ്, കൃഷ്ണന്റെ ഫോഴ്സ്, ഈ ഫോഴ്സിലൊക്കെ ഫ്രീക്വൻസീസ് പറയുന്നത് പ്രത്യേക ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസീസ് നമുക്ക് കൃത്യമായിട്ട് വരച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ ട്രാൻസ്പേഴ്സണൽ വന്നാൽ അത് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ചില ഫ്രീക്വൻസീസ് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ബിംബത്തിന്റെ ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒഴുകി പോകും, ലെഫ്റ്റ് സൈഡ് ഒഴുകി പോകും. ഇപ്പൊ നമ്മള് ഗുരുവായൂർ ക്യൂ നിൽക്കുന്ന ഏരിയാസ് ഉണ്ട് അപ്പുറത്തെ ഭാഗത്ത്, അതായത് നമ്മള് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് അപ്പുറത്തെ ഭാഗത്ത്, അവിടെ ഒന്നും ശരി കൃത്യമായി പറഞ്ഞാൽ കൃഷ്ണശക്തി ഇല്ല. കൃഷ്ണശക്തി മുഴുവൻ നിൽക്കുന്നത് ഓഡിറ്റോറിയത്തിന് ഭാഗത്താണ്. അത് എത്ര വിടത്തിലാണ് പോകുന്നത്, അതിന്റെ ഫ്രീക്വൻസി എവിടെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് വരച്ചെടുക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ട്രാൻസ്ഫേഴ്സ് നിൽക്കുന്നത്. അപ്പൊ ഒരാളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് കൃഷ്ണൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇവിടെ നിൽക്കുന്നുണ്ട്, അത് എവിടേക്കാണ് പോകുന്നത്, ഏത് വരെ എത്തുന്നുണ്ട്, ഇതും നമുക്കറിയാൻ പറ്റും. മാത്രമല്ല ഈ ഏത് ഫോഴ്സിനും അതിന് കൃത്യമായിട്ടൊരു ശരിക്കും എപ്പി പോയിന്റ് എന്ന് പറയാം, കറക്റ്റ് ആയിട്ട് ഫോക്കസ് പോയിന്റ്, അതിന് അക്ഷരശക്തി സ്ഥാനം എന്ന് പറയാം. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അക്ഷരശക്തി സ്ഥാനം എവിടെ? അക്ഷശക്തി ഫോക്കസ് ഉണ്ട്. ശരിക്ക് ആ ഫോക്കസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ കൃത്യമായ ഫോക്കസ് അറിയണം. പക്ഷെ ആക്ച്വലി ഇതൊന്നും അറിയുന്ന രീതിയിലല്ല പൂജാരി രീതികളും അതുപോലെ നമ്മൾ പറയുന്നത് വിധാനങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ പ്രാക്ടിക്കൽ സയൻസിന് മുഴുവൻ ഈ ഫ്രീക്വൻസി ഞങ്ങൾ പറയാറുണ്ട്, ഗുരുവായൂരപ്പന്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് വരയ്ക്കണോ, നിങ്ങളെ പഠിപ്പിക്കാം, എങ്ങനെ ഫ്രീക്വൻസി നിൽക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കാം, ആ ഫ്രീക്വൻസിന്റെ എന്തൊക്കെ ഗുണമാണ് നിങ്ങൾ പഠിപ്പിക്കാം, ആർക്കൊക്കെ എഫക്ട് ആണ്. അപ്പൊ നമ്മൾ ഗുരുവായൂർ പോകുന്നതിന് കുറേ പേര് പറയാറുണ്ട്, ഞാൻ അമ്പലത്തിൽ പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഗുണം കിട്ടുന്നില്ല. വൈ? ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് ആപ്റ്റ് അല്ല. കാരണം നിങ്ങളിൽ ഒരു ഫ്രീക്വൻസി വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രീക്വൻസി ആ ഫ്രീക്വൻസിയിൽ കറക്റ്റ് ആയിട്ട് മെർജ് ചെയ്ത് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഫക്ട് കിട്ടുള്ളൂ. യെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറയാറുണ്ട് എല്ലാവർക്കും ഗുരുവായൂർ പോയ ഗുണം കിട്ടുമ്പോ ഇല്ല, ആർക്ക് കിട്ടും? ഈ ഫോഴ്സ് ആരിൽ വർക്ക് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് പഠിക്കണോ? അപ്പൊ പൊതുവെ ഞങ്ങളിൽ വരുന്ന ആളുകൾ, സ്പിരിച്വാലിറ്റി വരുന്ന ആളുകൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, എങ്ങനെ? അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഓൺ ഫ്രീക്വൻസി, നിങ്ങളുടെ ഫ്രീക്വൻസി എന്താണ് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഫോഴ്സ് ഉണ്ട്, ഓക്കെ, നിങ്ങളുടെ ഫ്രീക്വൻസി എന്താണ്? ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് വരയ്ക്കണം, നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ വരയ്ക്കണം. ഈ ഫ്രീക്വൻസി ഏറ്റവും ആപ്റ്റ് ആയിട്ട് ചേരുന്ന ഫ്രീക്വൻസി ഏത്? അങ്ങനെ ഫ്രീക്വൻസിയിൽ കറക്റ്റ് ആയിട്ട് വരുന്ന സ്ഥലത്ത് നിന്നാൽ നിങ്ങളുടെ ഏത് വിഷയവും നിങ്ങൾക്ക് നന്നായി നടക്കും. ഇപ്പൊ ഞാൻ പറയുന്നത്
ഈ അക്ഷരശക്തി സ്ഥാനം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ഈ ഇപ്പൊ പഴനിയിൽ പോയിട്ട് അവിടെയുള്ള മുരുക സാന്നിധ്യത്തിന്റെ അക്ഷരശക്തി സ്ഥാനത്ത് നിന്നാൽ ഒരു 96% ആളുകൾക്കും ആരോഗ്യത്തിന് നല്ല വ്യത്യാസം വരും. പക്ഷെ എവിടെ നിൽക്കണം? ഈ പറയുന്ന അക്ഷരശക്തി സ്ഥാനത്ത് നിൽക്കണം. വെറുതെ പോയി തൊഴുതു വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അതൊക്കെ ഞങ്ങൾ ഇവിടെ കരിക്കൂലായിട്ട്. അപ്പൊ ഈ വലം വയ്ക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ ഈ കറക്റ്റ് ഒരു പോയിന്റിലൂടെ നമ്മൾ കടന്നു പോകില്ലേ? പക്ഷെ നമ്മൾ ഈ പോയിന്റില് ഞങ്ങൾ പറയുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എങ്കിലും നമുക്ക് നിൽക്കാൻ സാധിക്കാം. എന്നാലാണ് ഇതിന്റെ എഫക്ട് മുഴുവൻ കിട്ടുള്ളൂ. അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് വിഗ്രഹത്തിന്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത്രയും നമ്മൾ അതിനുള്ളൊരു അവസരം അവിടെ കിട്ടാറില്ല. പക്ഷെ നമുക്ക് പുറത്ത് കിട്ടും. അല്ല, നമ്മളെ സംബന്ധിച്ചോളം ഇത് പുറത്ത് നിന്നാൽ കിട്ടും. അപ്പൊ അതെങ്ങനെ പഠിക്കാൻ പറ്റും? ഞാൻ പറയുന്നത് ഞങ്ങള് ഇതിനെക്കുറിച്ച് ഞങ്ങള് കൊണ്ടുപോയി കാണിക്കുകയല്ല വേണ്ടത്. ആരാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്? ആരാണ് പോയി നിൽക്കേണ്ടത്? ഓരോ വ്യക്തിയുമാണ്. അപ്പൊ അതിനുള്ള ക്ലാസ്സുകൾ അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയണോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം ചേർത്ത് പറയണം. തിരുനാവായ ക്ഷേത്രത്തില് ശരിക്കും തിരുനാവായ ക്ഷേത്രത്തില് മൂവർ ശക്തി, അത് നമ്മൾ ട്രയോ എന്ന് പറയുന്നത്, ശരിക്കും ട്രയോ ശക്തി എവിടെയാണ് ജോയിൻ ചെയ്ത് നിൽക്കുന്നത് ഇതറിയണം നമ്മള്. ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ക്വാളിറ്റി ഉള്ളൂ. അത്